ലഭിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ പദവി നമുക്ക് വേണ്ടി ജീവൻ വെച്ചു തന്ന കർത്താവിനെ സേവിക്കാനായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. സർവശക്തനായ കർത്താവിൻ്റെ ദാസന്മാരായി തീരുവാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പഴയ കാലത്തെ എഴുതി മാറ്റി സകലവും പുതിയതാക്കി നമ്മളെ ഈ ഭാഗ്യകരമായ പദവിയിലേക്ക് കൊണ്ടുവന്ന സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും കരയറ്റി ഞങ്ങൾ ആരംഭിക്കുന്നു. യോഗ്യതയുള്ളവരെ വിളിക്കുകയല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. ഒരു യോഗ്യതയുമില്ലാത്തവരെ വിളിച്ച് അവരെ തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് യോഗ്യതയുള്ളവരാക്കി തീർക്കുന്ന കർത്താവിൻ്റെ മഹാകരുണയ്ക്കായ സ്തോത്രം. ആരും ശ്രദ്ധിക്കാതെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു കഴുതയെ കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു. തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഒരു കഴുതയെ പോലും ഉപയോഗിക്കുവാൻ നമ്മുടെ കർത്താവിന് മനസ്സുണ്ടല്ലോ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27, 28, 29 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. കർത്താവ് തിരഞ്ഞെടുത്ത് വാഹനമാക്കിയ കഴുതക്കുട്ടിയുടെ ഒരു ഭാവന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവതരിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എത്ര ദിവസമായി ഞാൻ ഇവിടെ കെട്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന് അഴിച്ചുവിട്ടിരുന്നു എങ്കിൽ സ്വതന്ത്രമായി ഒന്ന് നടക്കാമായിരുന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും ഏതെങ്കിലും വേലയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമെന്ന് കരുതിയാണ് എൻ്റെ യജമാനൻ എന്നെ പട്ടണവാതിക്കൽ കെട്ടിയിട്ടിരിക്കുന്നത്. മിക്കപ്പോഴും ഞങ്ങളുടെ ആളുകൾക്ക് ചുമടെടുപ്പ് തന്നെ പണി. ഭാരമുള്ള വസ്തുക്കൾ ചുമലിൽ വെച്ച് കഷ്ടപ്പെട്ട് നടക്കണം. അല്ലാതെ ആരും തന്നെ സവാരിക്കാൻ ഞങ്ങളെ ഉപയോഗിക്കാറില്ല. എത്ര പണിയെടുത്താലും കഴുത എന്ന പേര് പുച്ഛത്തോടെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എത്രയോ കുറഞ്ഞവരാണ് തങ്ങളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തവരെന്ന് മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ കണക്കാക്കുന്നവർ, ഒരു നന്മയുമില്ലാത്ത ഒരു മൃഗം. ഇന്നിപ്പോൾ 2 പേർ വന്ന് എന്നെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ യജമാനൻ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ആരാണ് യജമാനൻ? എന്ത് ജോലിയാണോ തരാൻ പോകുന്നത്? ഞാനൊരു കഴുതക്കുട്ടിയല്ലേ? എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ പരിധികളില്ലേ? 1000 സംശയങ്ങൾ മനസ്സിൽ ഉയർന്നു വന്നു. അല്പം നടന്നപ്പോൾ കണ്ടു തനിക്കരികിലേക്ക് വരുന്ന ആ യജമാനെ. കൂടി നിന്നവർ എല്ലാവരും പറയുന്നു യേശു എന്ന്. യേശുവിനാണോ എന്നെ കൊണ്ട് ആവശ്യം? വെറും കഴുതക്കുട്ടിയായ എന്നെ യേശുവിന് എന്തിനാണ്? യേശു നടന്നു വന്ന് പതുക്കെ എൻ്റെ മുതുക് തിരുന്നു. ഇന്നുവരെ ആരും എൻ്റെ മുതുകത്ത് കയറി സവാരി ചെയ്തിട്ടില്ല. യേശുവേ, ഞാൻ സവാരിക്ക് കൊള്ളാവുന്ന മൃഗമല്ല, ഞാൻ കഴുതയാണ് എന്ന് പറയണമെന്ന് തോന്നി. പക്ഷേ ആളുകളുടെ ആരവം എൻ്റെ കാതുകളിൽ മുഴങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് ഹോശന ഹോശന. അവിടെ ആകെ സന്തോഷം. കുട്ടികൾ എനിക്ക് ചുറ്റും നടക്കുന്നു. ചിലർ വസ്ത്രം വഴിയിൽ വിരിക്കുന്നു, കുരുത്തോലകൾ വീതിയിലിടുന്നു. ദാവീദ് പുത്രനായ യേശുവിന് മഹത്വം നൽകിയാണ് എല്ലാവരും. ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ആരും എന്നെ ഇതുവരെ മൃദുവായി ഒന്ന് തഴുകിയിട്ടില്ല. ഭാരവും ഇഴപ്പും ചുമന്ന് നടക്കുന്ന എന്നെ അടിച്ചടിച്ച് കൂടുതൽ പണിയെടുപ്പിച്ചിട്ടേ ഉള്ളൂ. വയ്യ എന്ന് പറഞ്ഞു കിടക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇന്ന് യേശു തന്റെ യാത്രയ്ക്കായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹീനപാത്രമായി കിടന്ന ഞാൻ ഇന്ന് മാനപാത്രമായി തീർന്നിരിക്കുന്നു. ഞാൻ എൻ്റെ തല അല്പം കൂടി താഴ്ത്തി പിടിച്ചു. അത് ഭാരം കൊണ്ടായിരുന്നില്ല. എനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർത്തപ്പോൾ ഹൃദയം കൊണ്ട് എൻ്റെ യേശുവിന് നന്ദി അർപ്പിക്കാനായിരുന്നു. ഈ ആർപ്പുളിയും ഘോഷവും ഒന്നും എൻ്റെ കഴിവ് കൊണ്ടോ മഹത്വം കൊണ്ടോ അല്ല, പിന്നെയോ എന്നെ സ്വന്തം വാഹനമാക്കിയ യേശുവിൻ്റെ മഹത്വം. ഇതിന് ഞാൻ യോഗ്യനാണോ? എന്നേക്കാൾ ശ്രേഷ്ഠതയുള്ള എത്രയോ മൃഗങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കുറവുള്ള എന്നെ യേശു തിരഞ്ഞെടുത്തു. ഇനി എന്താണ് എനിക്ക് വേണ്ടത്? ഇത് ഞാൻ മാത്രമല്ല, വരുന്ന എല്ലാ തലമുറകളും ഓർത്തിരിക്കും. യേശുവിൻ്റെ കരുണ, യേശുവിൻ്റെ ദയ, യേശുവിൻ്റെ സ്നേഹം. അതല്ലാതെ എന്താണ് ഈ തിരഞ്ഞെടുപ്പിന് പിമ്പിലുള്ളത്? ഹോശന് പാടുന്ന ഈ ആരവാരം കുറച്ചു കഴിയുമ്പോൾ ഇല്ലാതാകാം. പക്ഷേ എൻ്റെ വില കുറഞ്ഞ ജീവിതത്തിലെ വലിയ മാറ്റം യേശുവിനോടൊപ്പം നടന്നു നീങ്ങിയതുകൊണ്ടുണ്ടായതാണ്. അയോഗ്യതകളുടെ കണക്കെടുത്താൽ ആദ്യം സ്ഥാനം ലഭിക്കേണ്ട എനിക്ക് ഇന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും, കർത്താവ് എന്നെയും തിരഞ്ഞെടുത്തു, എന്നെയും ഉപയോഗിച്ചു. മഹത്വം മുഴുവനും എൻ്റെ കർത്താവിന്. ഞാൻ ഇപ്പോഴും ഒരു കഴുതയായിരിക്കാം, എന്നാൽ എൻ്റെ ചരിത്രവും സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന തിരുവചനത്തിലുണ്ട്. കർത്താവിൻ്റെ കൂടെ നടന്ന ചരിത്രം, കർത്താവ് എന്നെ ഉപയോഗിച്ച ചരിത്രം. എൻ്റെ ഈ കഥ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാകട്ടെ. നമ്മെ തിരഞ്ഞെടുത്ത നമ്മുടെ കർത്താവിനായി ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ക്രിസ്തുവിന് വേണ്ടി സേവ ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
കൂടാതെ അസ്തമിച്ചു പോകേണ്ട നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും മാന്യതയും നൽകിയത് യേശുക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത അതിരുകൾ ഇല്ലാത്ത ദൈവസ്നേഹത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ താഴ്ത്താം. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തുവെങ്കിൽ നമ്മുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തം എന്താണ്? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ നാം കാണിക്കുന്ന ഉത്സാഹം നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടോ? ആവേശത്തോടെ ചെയ്യുന്നതാണ് ഉത്സാഹം. മറ്റാരും ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കുന്നതാണ് ഉത്സാഹം. എബ്രായർ 10:24-25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. ഊർജത്തോടെ ഉത്സാഹത്തോടെ ഉണർന്നിരുന്ന് നമ്മുടെ അരുമനാഥന്റെ വേല ഈ അന്ത്യനാളുകളിൽ അധികമധികമായി ചെയ്യും. ആത്മാവിൽ എരിവുള്ളവരായി നാം കർത്താവിനെ സേവിക്കണം എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നാം ഒരു അഗ്നിജ്വാലയാകും എന്ന് തന്നെയാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. കർത്താവിന് വേണ്ടി നമുക്ക് ഈ തലമുറയിൽ ജ്വലിച്ചു പ്രകാശിക്കാം. ആത്മാവിൽ എരിവുള്ള അപ്പൊല്ലോസിനെ പോലെ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്ന യോഹന്നാൻ സ്നാപകനെ പോലെ നമ്മുടെ ജീവിതം കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി ഒരു അഗ്നിജ്വാലയായി മാറട്ടെ. തിരുവചനം നമ്മോട് ഇങ്ങനെ പറയുന്നു, 2 തിമോഥെയോസ് 1:7. വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. കർത്താവിനെ സേവിപ്പിൻ എന്നതാണ് ഈ തിരുവചന ഭാഗത്തെ അവസാന പ്രബോധനം. നാം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ബന്ധിതരായ ദാസന്മാരാണ്. ശിഷ്യന്മാരുടെ പാദത്തോളവും ക്രൂശുമരണത്തോളവും താണ കർത്താവിന്റെ കാൽ ചുവടുകളെ തന്നെ നമുക്ക് പിന്തുടരാം. അരുമനാഥനെ അവസാന ശ്വാസത്തോളം വിശ്വസ്തയോടെ നമുക്ക് സേവിക്കാം. ഒടുവിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന സ്വർഗീയ ശബ്ദം കേൾക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ കാഹളനാദത്തോട് നാം ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ ചെറിയ ജീവിതം കർത്താവിന്റെ മഹത്വത്തിനായി, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി നമുക്ക് ഉപയോഗിക്കാം. 1 കൊരിന്ത്യർ 15:58 നാം വായിക്കുന്നത്, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇങ്ങനെ പാടാം. ഉന്നതനാഥൻ ഉയർത്തെഴുന്നേറ്റു
വിളിച്ച എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.